ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടെക്സാറ്റ് ഫുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ BSNL FTTH വോയിസ് എങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ അല്ലെങ്കിൽ ഒരു ഐഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാം, അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കാരണം ഒത്തിരി പേര് ഇതുപോലെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും അത് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ, അതായത് നമ്മുടെ BSNL FTTH നമ്മൾ കഴിഞ്ഞ മാസമാണ് May 1 എനിക്ക് കണക്ഷൻ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബില്ല് എല്ലാവരും പേടിയായിട്ട് അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നം പോലെ കണ്ടിരുന്നൊരു കാര്യമാണ് നമ്മുടെ BSNL FTTHൻ്റെ ഫസ്റ്റ് ബില്ല് എത്രയാവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ബില്ല് എത്രയാണ്, അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ബില്ല് BSNLൻ്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം വഴികൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ FTTH യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടാതെ 2 LFMT ലൈൻസ്, അതായത് ടോട്ടൽ എനിക്ക് 3 വോയിസ് കണക്ഷൻ ഉണ്ട്. അതിൽ തന്നെ ടോട്ടൽ 4 കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ അസീം പ്ലാനിലാണ്, നേരത്തെ മുമ്പുണ്ടായിരുന്ന ലാൻഡ് ലൈന്, അത് നമ്മൾ അസീം പ്ലാനിലാണ്, അത് മൊബൈലിലേക്ക് ഡൈവേർട്ടഡ് ആണ്. അതുകൂടാണ്ട് നമുക്ക് 3 സിപ്പ് ലൈൻസ്, അതായത് FTTHൻ്റെ ലൈന്, അതുകൂടാണ്ട് 2 LFMT ലൈന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്കിപ്പോൾ ഈ മാസം വന്നിരിക്കുന്ന ബില്ല് എത്രയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ബില്ല് വന്നിരിക്കുന്നത് എത്രയാണ്, അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ടിപ്സാണ് എങ്ങനെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബില്ല് കുറയ്ക്കാം, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അധികം സംസാരിച്ച് ഡ്രാഗ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബില്ല്, നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. അപ്പോൾ എനിക്ക് 801 രൂപയാണ് നമ്മുടെ ഫസ്റ്റ് ബില്ലായിട്ട്, അതായത് ഫൈബർ കണക്ഷൻ്റെ ഫസ്റ്റ് ബില്ലായിട്ട് വന്നിട്ടുള്ളത്. അപ്പം സാധാരണ എല്ലാവർക്കും വരാറുള്ളത് 1700 അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. അതായത് 449 പ്ലാൻ, 449 ബേസിക് പ്ലാൻ എടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരു 1780 ആ ഒരു റേഞ്ചിലാണ് വരാറുള്ളത്. എനിക്ക് 801 വന്നിട്ടുള്ളത്. അപ്പോൾ അത് വന്നേക്കുന്നതിൻ്റെ കാരണം ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞുതരാം. ശരിക്കും ആക്ച്വൽ ബില്ല് വന്നേക്കുന്നത് 1162 രൂപ 96 പൈസയാണ്. നിങ്ങൾക്ക് കാണാം കറൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒരു പ്രീവിയസ് ബാലൻസ് -362.75 കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബില്ല് നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ റെക്കറിങ് കറൻറ്റ് ചാർജസ്, അതായത് മാസം നിരക്ക് 463 രൂപ 52 പൈസ, വൺ ടൈം ചാർജസ് 1599, യൂസേജ് 20.40. അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് നമുക്കിതിൽ ബില്ലിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഈ ഒരു മാസ നിരക്ക് എന്തുകൊണ്ടാണ് 463 വന്നിരിക്കുന്നത്, അത് നോർമൽ 449 പ്ലാനല്ലേ എടുത്തിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് 463 വന്നത് എന്നുള്ളത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് മെയ് മന്ത് എന്ന് പറയുന്നത് നമുക്ക് 31 ഡേയ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് 3 ഡേയ്സ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് അതായത് 599 പ്ലാനിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എക്സ്ചേഞ്ചിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് 449 പ്ലാനിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയതിന് ശേഷം അതായത് ബാക്കി 28 ഡേയ്സിൻ്റേതാണ് 449 പ്ലാൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് റേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു 3 ഡേയ്സിൻ്റെ നമുക്ക് വന്നിരിക്കുന്നത് 599 വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ വെച്ചിട്ട്, അതുകൊണ്ടാണ് 449 പ്ലാൻ വരേണ്ടത് എനിക്ക് 463 വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു യൂസേജ് ചാർജസ് നമുക്ക് 20 rupees 40 പൈസ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതെന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 3 നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം FTTHൻ്റെ നമ്മുടെ സിപ്പ് ലൈൻ, അതായത് FTTHയിലൂടെ നമുക്ക് ഒരു നമ്പർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓൾ ഇന്ത്യ കോൾസ് ഫ്രീ ആണ്, ഇൻകമിങ് കോൾസ് ഫ്രീ ആണ്, അങ്ങനെ ഒരു നമ്പർ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഞാൻ 2 അഡീഷണൽ ലൈൻസ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 2 LFMT, അതായത് ലിമിറ്റഡ് മൊബൈൽ ഫിക്സഡ് ടെലിഫോണി എന്ന് പറഞ്ഞിട്ട് 2 LFMT ലൈൻസ് കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കോളിന് ചാർജസ് വരും, അതേസമയം ഇൻകമിങ് ഫ്രീ ആണ്. നമ്മൾ എത്ര കോൾ ചെയ്യുന്നുണ്ടോ അത് നമുക്ക് അഡീഷണൽ റെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അഡീഷണൽ നമ്മൾ എന്തെങ്കിലും കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ചാർജസ് വരും. അതിൽ കാണാം, ഞാൻ എൻ്റെ LFMT നമ്പറിലൊന്നാണ് അത്, അതിലെ യൂസേജ് ചാർജസ് നമുക്ക് കാണാം. ഇത് നമ്മുടെ ബ്രോഡ്ബാൻഡിൻ്റെ കൂടെയുള്ള FTTH നമ്പറാണ്, കണ്ടില്ലേ. അപ്പോൾ അതിൽ നമുക്ക് കോൾ ചാർജസ് ഒന്നും വരുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ 500 നമുക്ക് ബ്രോഡ്ബാൻഡ് ഇൻസ്റ്റലേഷൻ ചാർജ് ഉണ്ട്, അത് നമുക്ക് വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് ചാർജസ് നമുക്ക് വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ചാർജ് വന്നിരിക്കുന്നത് 463 ആണ്.
ആ ഒരു 463 പ്ലസ് നമ്മുടെ യൂസേജ് ചാർജ് 20 റുപ്പീസ് പ്ലസ് നമ്മളുടെ അതായത് ഇമെയിൽ ബില്ല് ആയതുകൊണ്ട് നമുക്ക് 10 റുപ്പീസ് അഡീഷണൽ ഡിഡക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ 473 റുപ്പീസാണ് നമ്മുടെ ബില്ല്. അതിൻ്റെ ഒരു 19% നമുക്ക്, അത് 18% ടാക്സ് GST പ്ലസ് 1% ഫ്ലഡ് സെസ്, അത്രയും ഒരു 90 റുപ്പീസ് അഡീഷണൽ വരും. പിന്നെ 1 മന്ത് നമുക്ക് ബ്രോഡ്ബാൻഡിൻ്റെ ഡെപ്പോസിറ്റ് 599, അങ്ങനെ ടോട്ടലാണ് 1162 വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 362 റുപ്പീസ് എനിക്ക് ഡിഡക്ഷൻ വന്നിരിക്കുന്നുണ്ട്. അതായത് എൻ്റെ പ്രീവിയസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോയിസ് അക്കൗണ്ടിൽ എനിക്ക് അഡ്വാൻസ് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്തിരുന്ന ഒരു 362 റുപ്പീസ് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ബില്ല് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് 801 വന്നിരിക്കുന്നത്, 801 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ 1-2 ടിപ്പ് പറയുകയാണ്. നിങ്ങൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ നിലവിലൊരു ലാൻഡ് ലൈൻ കണക്ഷൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം അക്കൗണ്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രോഡ്ബാൻഡ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെയിം അക്കൗണ്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് കുറഞ്ഞ് കിട്ടും. കാരണം ഡെപ്പോസിറ്റ് നമ്മൾ ഓൾറെഡി ആ ഒരു അക്കൗണ്ടിൽ പേ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിലെ ആ ഒരു ഡെപ്പോസിറ്റ് നമുക്ക് കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മന്ത് എൻഡിൽ, അതായത് 20-ാം തീയതിക്ക് ശേഷം 25-ാം തീയതിയോടൊക്കെ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 5 ദിവസത്തെ പേയ്മെൻറ്റ് മാത്രമേ നമുക്ക് ആ ഒരു മാസത്തേത് അടയ്ക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും. അപ്പം നമുക്ക് ടോട്ടൽ ബില്ല് വരുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു റിഫ്ലക്ഷൻ അതിനകത്ത് കാണിക്കും. അപ്പോൾ ഈ ഒരു 2 ടിപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു എമൗണ്ട് ഇതിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 2 ടിപ്സ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ബില്ല് എമൗണ്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.